ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ്. ഞാൻ ഇതുവരെ കഴിച്ച മന്തിയിൽ വെച്ച് എനിക്ക് ഏറ്റവും രുചി തോന്നിയിട്ടുള്ള ഒരു മന്തിയാണിത്. ഇതിലെ ചിക്കനൊക്കെ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റൈസിന്റെ കൂടെ മാത്രമല്ല, ഈ ചിക്കൻ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ അത്യാവശ്യം മീഡിയം പീസുകളാക്കി കട്ട് ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഒരല്പം ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഞാനിവിടെ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈവച്ച് ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ മുഴുവനും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരല്പസമയം ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ചിക്കനിൽ നിന്നും പകുതി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ്റെ എല്ലാ ഭാഗവും നല്ലോണം കുക്കായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള ചിക്കനും ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം മുഴുവൻ ചിക്കനും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു എണ്ണയിൽ ഒരല്പം കരിഞ്ഞു പിടിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ, അത് നമുക്കൊന്ന് കോരി മാറ്റി കൊടുക്കാം. കാരണം ഈ ഒരു എണ്ണയിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഈ ഒരു എണ്ണ ബാക്കിയില്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഈ ഒരു മസാലകളെല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3 കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, 2 പീസ് ബേ ലീഫ്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള ചെറുതായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഈ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് നേരമൊക്കെ ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 പീസ്
ചിക്കൻ മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മാഗി ക്യൂബൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ടൊമാറ്റോ സോസിന് പകരം തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് കസൂരി മേത്തി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് 1.5 ടീസ്പൂണ് തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേന് ഇഷ്ടമില്ലാത്തവർക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ചിക്കൻ്റെ മുകളിൽ മസാല നല്ലോണം പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ചിക്കൻ റൈസിൻ്റെ കൂടെ മാത്രമല്ല, വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരല്പം മധുരവും നല്ല എരിവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചിക്കൻ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചിക്കനിൽ ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി മന്തിയിലേക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 1 കിലോ സെല്ല ബസ്മതി റൈസ് ഒരു 4-5 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൽ നിറയെ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് ഒക്കെ കുതിരാൻ വേണ്ടി വെച്ചാൽ മതി. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ബേ ലീഫ്, 3 ഏലക്കായ, 3 ഗ്രാമ്പു, 2 ചെറിയ പീസ് പട്ട, 1 ടീസ്പൂണ് നല്ല ജീരകം കൂടി ചേർത്ത് ഇതൊക്കെ കൂടി നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി നല്ലോണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം നല്ലോണം കുക്കായി വരേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാഗി ക്യൂബ് ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, അതെൻ്റോട് മറന്നു പോയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മാഗി ക്യൂബിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഈ പാത്രം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിരാൻ വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ പാത്രം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പകുതി വേവാവുന്ന സമയത്ത് ഇതുപോലെ പാത്രം ഓപ്പൺ ചെയ്ത് റൈസ് ഇതുപോലെ അടി ചേർത്തൊന്ന് ഇളക്കിയിടാം.
ഈ റൈസ് ഒന്ന് ലെവൽ ചെയ്ത ശേഷം പാത്രം അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ റൈസ് വേവാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത ശേഷം റൈസ് അടിചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റൈസ് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് റൈസ് 90% വേവായാൽ മതി. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് ഇവിടെ നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 5-6 പച്ചമുളകൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുമ്പോൾ ആവിയൊക്കെ മുകളിലേക്ക് വരാൻ നല്ലോണം സഹായിക്കും. അത് മാത്രമല്ല ഇതിലെ പച്ചമുളക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലെ മസാലയോട് കൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും മസാലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബൗളിൽ ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കാം. ഈ ചാർക്കോളിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ അതിൻ്റെ ലിഡ് വെച്ച് പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഈ ലിഡിൻ്റെ മുകളിൽ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച് അതൊന്ന് അടച്ചു കൊടുക്കണേ. ഇനി ഇത് 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ ചാർക്കോളൊക്കെ എടുത്തു മാറ്റാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാം. ചിക്കനൊക്കെ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി റൈസ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുള്ള നല്ല അടിപൊളി റൈസാണ് ഇത്. ഈ ഒരു റൈസിനും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി മന്തി റെസിപ്പിയാണ്. ഇതിലെ ചിക്കനും റൈസും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മന്തി ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.